വെൽക്കം ബാക്ക് ടു വിദ്യാനിധി. നമുക്ക് SCERTയുടെ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. അധ്യായം 5 പണവും സമ്പദ് വ്യവസ്ഥയും. 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര സെക്കൻഡിലെ 5ാമത്തെ ചാപ്റ്ററാണ് പണവും സമ്പദ് വ്യവസ്ഥയും. ഇത് ഭയങ്കര LGSനും LDCക്കും പിന്നെ എന്താ സബ്ജക്റ്റ് നമ്മുടെ പ്രിലിംസിനും വളരെ അത്യാവശ്യമുള്ള ഒരു ചാപ്റ്റർ ആട്ടോ. വളരെ വെരി ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പണവും സമ്പദ് വ്യവസ്ഥയും പാർട്ട് 1 ആണിത്. ആദ്യത്തേത് പണം. സമ്പദ് വ്യവസ്ഥയിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എത്ര കൈമാറ്റങ്ങളാണ് ദിനംപ്രതി നടക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? വ്യക്തികൾ, ഉൽപാദന യൂണിറ്റുകൾ എന്നിവ തമ്മിൽ നടത്തുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഇത്തരം കൈമാറ്റങ്ങൾ സുഗമമായത് പണത്തിൻ്റെ ആവിർഭാവത്തോടെയാണ്. സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും പൊതുവെ പണം എന്ന് വിളിക്കാം. സാധന സേവന കൈമാറ്റങ്ങൾ വേഗത്തിലാക്കിയതും സ്പെഷ്യലൈസേഷൻ സാധ്യമാക്കിയതും പണമാണ്. ഉദാഹരണത്തിന്, റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് അതിൻ്റെ ഉൽപ്പാദനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത് അവരുടെ ഉൽപ്പന്നമായ റബ്ബർ പണരൂപത്തിൽ മാറ്റാൻ കഴിയുന്നതുകൊണ്ടും ആ പണം ഉപയോഗിച്ച് അവർക്ക് ആവശ്യമായ മറ്റ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ കഴിയുന്നതും കൊണ്ടുമാണ്. പണത്തിൻ്റെ രൂപങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും പണമില്ലാത്ത ഒരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല. കാരണം ഉപഭോക്താക്കൾ, ഉൽപ്പാദകർ, വിതരണക്കാർ എന്നീ തലങ്ങളിൽ പണം മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നു. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ബാങ്കുകളാണ്. പണത്തിൻ്റെ ധർമ്മങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്കിത് പരിശോധിക്കാം. ഇവിടെ ഒരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട്. കാർട്ടൂണിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അമ്മ തന്ന പണം ഉപയോഗിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരനൊരു ജന്മദിന സമ്മാനം വാങ്ങി. അച്ഛാ, ഞാൻ ഇന്ന് വാങ്ങിയ പേനയുടെ വില 10 രൂപയും പെൻസിലിൻ്റെ വില 7 രൂപയുമാണ്. സുമിയുടെ അച്ഛൻ സ്ഥലം വിറ്റ് കിട്ടിയ പണം അവളുടെ ഉപരിപഠനത്തിനായി ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. മാർക്കറ്റിൽ കൊടുത്ത നെല്ലിൻ്റെ പണം അടുത്ത ആഴ്ച തരാമെന്ന് കച്ചവടക്കാരൻ പറഞ്ഞു. പണത്തിൻ്റെ പല ഇതാണല്ലേ ഈ പറയുന്നത്. അപ്പം പണം ജനങ്ങൾ എന്തിനൊക്കെ സഹായിക്കുന്നു? പല കാര്യങ്ങൾക്ക് സഹായിക്കുന്നു. ഇതിൻ്റെ അത് കാണിച്ചിരുന്നുണ്ട്. പല കാര്യങ്ങൾക്ക് സഹായിക്കുന്നത് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും, വിവിധ സാധന സേവനങ്ങളുടെ വില താരതമ്യം ചെയ്യുന്നതിനും, സമ്പാദ്യം, ആസ്തി എന്നിവയുടെ മൂല്യം ശേഖരിച്ചു വയ്ക്കുന്നതിനും, വായ്പ നൽകുന്നതിനും, കടം വാങ്ങുന്നതിനും എല്ലാം ജനങ്ങളെ ഇത് സഹായിക്കുന്നു. ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ചിത്രം 5.2 പറയുന്നത് പണം ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങി എന്നാണ്. അതുപോലെ എല്ലാ ചിത്രങ്ങളും പണം ചെയ്യുന്ന വിവിധ പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് 5, 3, 5, 4, 5, 5 എന്നീ ചിത്രങ്ങളുടെ വിശദീകരണം നൽകുക. പണം സമ്പദ് വ്യവസ്ഥയിൽ എന്തൊക്കെ ഇടപെടലുകളാണ് നടത്തുന്നത് എന്ന ചിത്രം വ്യക്തമാക്കുന്നത്. ജനങ്ങൾക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും, വിവിധ സാധന സേവനങ്ങളുടെ വില താരതമ്യം ചെയ്യുന്നതിനും, സമ്പാദ്യം എന്നിവയുടെ, ആസ്തി എന്നിവയുടെ മൂല്യം ശേഖരിച്ചു വയ്ക്കുന്നതിനും, വായ്പ നൽകുന്നതിനും, കടം വാങ്ങുന്നതിനും പണം സഹായിക്കുന്നു. കഴിഞ്ഞ ഒരു മാസം നിങ്ങളുടെ വീട്ടിൽ പണം ഉപയോഗിച്ച് നടത്തിയ സാധന സേവന കൈമാറ്റങ്ങളുടെ ഒരു പട്ടിക രക്ഷിതാക്കളുമായി ആലോചിച്ച് തയ്യാറാക്കൂ. അടുത്തതാണ് പണത്തിൻ്റെ ധർമ്മങ്ങൾ. പണത്തിൻ്റെ പൊതുവായ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുവായിട്ടുള്ള പണത്തിൻ്റെ ധർമ്മങ്ങൾ 3 മെയിനായിട്ട്. 1, വിനിമയ ഉപാധി, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. 2, മൂല്യം അളക്കുന്നതിനുള്ള ഉപാധി. 3, മൂല്യശേഖര ഉപാധി, സ്റ്റോർ ഓഫ് വാല്യൂ. 1 വിനിമയ ഉപാധി, 2 മൂല്യം അളക്കുന്നതിനുള്ള ഉപാധി, 3 മൂല്യശേഖര ഉപാധി.
അതിലൊന്നാമത്തെയാണ് വിനിമയ ഉപാധി, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. സാധനങ്ങളും സേവനങ്ങളും വിറ്റ് പണമാക്കാനും ആ പണം ഉപയോഗിച്ച് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാനും സാധിക്കും. ഉദാഹരണം, അധ്വാനം പ്രദാനം ചെയ്ത് അതിൻ്റെ പ്രതിഫലം പണരൂപത്തിൽ വാങ്ങുവാനും അതുപയോഗിച്ച് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാനും സാധിക്കുന്നു. ഇങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ എണ്ണമറ്റ ക്രയവിക്രയങ്ങൾ നടത്തുന്നതിന് പണത്തിൻ്റെ പങ്ക് നിർണായകമാണ്. അപ്പോൾ വിനിമയോപാധി എന്ന സാധനങ്ങളും സേവനങ്ങളും വിറ്റ് പണമാക്കാനും ആ പണം ഉപയോഗിച്ച് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാനും സാധിക്കും. രണ്ടാമത്തേതാണ് മൂല്യം അളക്കുന്നതിനുള്ള ഉപാധി. എല്ലാ വസ്തുക്കളുടെയും മൂല്യം പണരൂപത്തിൽ പ്രകടിപ്പിക്കാൻ സാധ്യമാണ്. ബാർട്ടൺ സമ്പ്രദായത്തിൽ ഒരു വസ്തുവിൻ്റെ മൂല്യം മറ്റേയൊരു വസ്തുവിൻ്റെ മൂല്യമായി താരതമ്യം ചെയ്യുക എളുപ്പമായിരുന്നില്ല. പണം വസ്തുക്കളുടെ മൂല്യങ്ങളുടെ താരതമ്യം എളുപ്പമാക്കി. വസ്തുവിൻ്റെ മൂല്യം എന്നത് ക്രയവിക്രയ പ്രക്രിയയിൽ അതിന് നിശ്ചയിക്കപ്പെട്ട വിലയാണ്. വസ്തുക്കളുടെ മൂല്യം പണം രൂപത്തിൽ അളക്കുന്നത് പോലെ പണത്തിൻ്റെ മൂല്യം മറ്റു വസ്തുക്കളുടെ രൂപത്തിലും പ്രകടിപ്പിക്കാവുന്നതാണ്. വസ്തുക്കളുടെ മൂല്യം പണരൂപത്തിൽ അളക്കുന്നത് പോലെ പണത്തിൻ്റെ മൂല്യം മറ്റു വസ്തുക്കളുടെ രൂപത്തിലും പ്രകടിപ്പിക്കാവുന്നതാണ്. പണത്തിൻ്റെ മൂല്യം എന്നത് അതിൻ്റെ വാങ്ങൽ ശേഷിയാണ്. സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ പണത്തിൻ്റെ വാങ്ങൽ ശേഷി കുറയുന്നു. സാധനങ്ങളുടെ വില കുറയുമ്പോൾ പണത്തിൻ്റെ വാങ്ങൽ ശേഷി കൂടുന്നു. പണത്തിൻ്റെ ക്രയശേഷിയിൽ ഉണ്ടാകുന്ന മാറ്റം അനുഭവപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പമോ പണച്ചുരുക്കമോ ഉണ്ടാകുമ്പോഴാണ്. അടുത്തതാണ് മുഖ്യ ശേഖര ഉപാധി, സ്റ്റോർ ഓഫ് വാല്യൂ. പണം എല്ലാവർക്കും സ്വീകാര്യമായ ഒന്നായതുകൊണ്ടുകൂടി ഏതൊരു വസ്തുവിൻ്റെയും മൂല്യം പണരൂപത്തിൽ ശേഖരിച്ചു വയ്ക്കാൻ കഴിയുന്നതാണ്. ബാർട്ടൺ സമ്പ്രദായത്തിൽ ഇത് സാധ്യമായിരുന്നില്ല. ഇതിലൂടെ എളുപ്പത്തിൽ നശിച്ചു പോകുന്ന വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവയുടെ മൂല്യം പണരൂപത്തിലേക്കോ ആസ്തിയിലേക്കോ മാറ്റി ഭാവിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു. ഇതാണ് മൂല്യശേഖര ഉപാധി. പണം എല്ലാവർക്കും സ്വീകാര്യമായ ഒന്നായതോടുകൂടി ഏതൊരു വസ്തുവിൻ്റെയും മൂല്യം പണരൂപത്തിൽ ശേഖരിച്ചു വെക്കാൻ കഴിയുന്നതാണ്. ബാർട്ടൺ സമ്പ്രദായത്തിൽ ഇത് സാധ്യമായിരുന്നില്ല. പണം സമ്പദ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നതെങ്ങനെ? പണത്തിൻ്റെ സവിശേഷതകൾ പൊതുവെ അംഗീകരിക്കപ്പെടണം, സ്ഥിരമായ മൂല്യമുണ്ടാവണം, പൊതുവെ സ്വീകാര്യമായിരിക്കണം, ഈട് നിൽക്കണം, സ്ഥിരത. പണത്തിൻ്റെ സവിശേഷതകളാണ് പൊതുവെ അംഗീകരിക്കപ്പെടണം, സ്ഥിരമായ മൂല്യം, പൊതുവെ സ്വീകാര്യമായിരിക്കണം, ഈട് നിൽക്കണം, സ്ഥിരത എന്നിവ. സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കുന്നതും പണമാണ്. ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നീ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നതും ക്രയവിക്രയങ്ങളെ വേഗത്തിലാക്കി സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതും പണമാണ്. ഇതെങ്ങനെയാണ് എന്നതിൻ്റെ ഉദാഹരണം നോക്കാം. പ്രാഥമിക മേഖലയിലെ ഒരു സാമ്പത്തിക പ്രവർത്തനമാണല്ലോ നെല്ലുൽപാദനം. നെല്ലുൽപാദിപ്പിക്കുന്ന കർഷകർക്ക് രാസവളങ്ങൾ, വിത്തിനങ്ങൾ, കീടനാശിനികൾ, യന്ത്ര സാമഗ്രികൾ, തൊഴിലാളികൾ എന്നിവയെല്ലാം ആവശ്യമായി വന്നേക്കാം. കർഷകർ വളം, യന്ത്രസാമഗ്രികൾ എന്നിവയ്ക്കായി പണം ചെലവഴിക്കുമ്പോൾ അത് വ്യാവസായിക മേഖലയിലെ ഉൽപാദകരുടെ വരുമാനമാർഗമായി തീരുന്നു. ഉൽപാദിപ്പിച്ച നെൽ വിപണിയിലെത്തിക്കാൻ ഗതാഗത സൗകര്യത്തെ ആശ്രയിക്കുമ്പോൾ അത് സേവനദാതാക്കളുടെ വരുമാനമാർഗമായി തീരുന്നു. വ്യവസായ മേഖലയ്ക്കും സേവന മേഖലയ്ക്കും വരുമാനമായി ലഭിച്ച പണം വീണ്ടും സമ്പദ് വ്യവസ്ഥയിൽ ചെലവഴിക്കപ്പെടുന്നു. ഇങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ ചെലവഴിക്കപ്പെടുന്ന ഓരോ കറൻസിയും വീണ്ടും വീണ്ടും കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്ര തവണ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതിനനുസരിച്ച് സമ്പദ് വ്യവസ്ഥയെ ക്രയവിക്രയങ്ങളും വർദ്ധിപ്പിക്കുന്നു. എൻ്റെ സഞ്ചാരപഥം. ഞാൻ ഒരു 100 രൂപ നോട്ടാണ്. ഇന്ന് രാവിലെ 9 മണിക്ക് ഒരു വിദ്യാർത്ഥി എന്നെ ഒരു കടയിൽ കൊടുത്ത് 50 രൂപ വിലയുള്ള 2 നോട്ട്ബുക്കുകൾ വാങ്ങി.
വൈകുന്നേരം 5 മണിക്കുള്ളിൽ എൻ്റെ മൂല്യം പൂർണ്ണമായും മുൻകരുതിയ എത്ര കൈമാറ്റങ്ങൾക്ക് ഞാൻ വിധേയമായെന്ന് നിങ്ങൾ ഭാവിക്കനുസരിച്ച് എഴുതി എൻ്റെ സഞ്ചാരപഥം പൂർത്തിയാക്കുക. അടുത്തത് പണത്തിൻ്റെ ചാക്രിക പ്രവേഗം. പണത്തിൻ്റെ ചാക്രിക പ്രവേഗം. വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി. പണത്തിൻ്റെ ഒരു യൂണിറ്റ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര തവണ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതാണ്. പണത്തിൻ്റെ ഒരു യൂണിറ്റ് ഒരു നിശ്ചിത സമയത്തിൽ എത്ര തവണ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതാണ് പണത്തിൻ്റെ ചാക്രിക പ്രവേഗം അഥവാ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്നറിയപ്പെടുന്നത്. പണത്തിൻ്റെ ചാക്രിക വേഗം കൂടുന്നത് സൂചിപ്പിക്കുന്നത് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നു. പണത്തിൻ്റെ ചാക്രിക വേഗം കൂടുന്നത് സൂചിപ്പിക്കുന്നത് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നു. പണത്തിൻ്റെ ചാക്രിക വേഗം കുറയുന്നത് സൂചിപ്പിക്കുന്നത് സാമ്പത്തിക വളർച്ച മന്ദീഭവിക്കുന്നു. വളർച്ചാ നിരക്ക് കൂടിയ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദകരും ഉപഭോക്താവും കൂടുതൽ പണം ചെലവഴിക്കും. വളർച്ചാ നിരക്ക് കുറഞ്ഞ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദകരും ഉപഭോക്താവും കുറച്ചു പണം മാത്രമേ ചെലവഴിക്കുകയുള്ളൂ. അപ്പോൾ പണത്തിൻ്റെ ചാക്രിക പ്രവേഗം അഥവാ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്ന് പറയുന്നത് പണത്തിൻ്റെ ഒരു യൂണിറ്റ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര തവണ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതാണ്. അടുത്തതാണ് പണവും കേന്ദ്ര ബാങ്കും. നമ്മുടെ രാജ്യത്ത് പ്രചാരത്തിലുള്ള കറൻസികളുടെയും ഉറവിടം എന്താണ്? ഈ പണത്തിൻ്റെയും അധികാരി ആരായിരിക്കും? ഓരോ രാജ്യത്തും അതത് രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കുകളായിരിക്കും ഈ പണത്തിൻ്റെ അന്തിമ അധികാരി. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്കിൻ്റെ തലവൻ റിസർവ് ബാങ്ക് ഗവർണറാണ്. 1974 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1915 ഏപ്രിൽ 1 കൊൽക്കത്തയിൽ സ്ഥാപിതമായ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം 1937 മുംബൈയിലേക്ക് മാറ്റി. 1949 RBI ദേശീയസാൽക്കരിക്കപ്പെട്ടു. സമ്പദ് വ്യവസ്ഥയിലെ ബാങ്കുകൾ, ബാങ്കുകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങളും നിയന്ത്രണങ്ങളും ഏകോപിപ്പിക്കുന്നതും കേന്ദ്ര ബാങ്കാണ്. നമുക്ക് റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പം പണവും ബാങ്കും. കേന്ദ്ര ബാങ്കും പണമിടപാടുകൾ സുഗമമാക്കുന്നതിനും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നത് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളുമാണ്. ഓരോ രാജ്യത്തിനും അതിനനുസരിച്ച് ബാങ്കിംഗ് സംവിധാനം നിലവിലുണ്ട്. ഓരോ രാജ്യത്തും അതത് രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കുകളായിരിക്കും പ്രചാരത്തിലുള്ള പണത്തിലെ എല്ലാം അന്തിമ അധികാരി. ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള കറൻസികളുടെയും നാണയങ്ങളുടെയും ഉറവിടം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI ആണ്. ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള കറൻസികളുടെയും നാണയങ്ങളുടെയും ഉറവിടം എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്കിൻ്റെ തലവൻ റിസർവ് ബാങ്ക് ഗവർണർ. റിസർവ് ബാങ്കിൻ്റെ തലവൻ റിസർവ് ബാങ്ക് ഗവർണർ. റിസർവ് ബാങ്ക് രൂപീകരിച്ചത് 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. റിസർവ് ബാങ്ക് രൂപീകരിച്ചത് 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. റിസർവ് ബാങ്ക് സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1 1935 ഏപ്രിൽ 1 കൊൽക്കത്തയിലാണ് റിസർവ് ബാങ്ക് ആദ്യം രൂപീകരിക്കുന്നത്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം 1937 മുംബൈയിലേക്ക് മാറ്റിയത് 1937. RBI ദേശസാൽക്കരിക്കപ്പെട്ടത് 1949. RBI ദേശസാൽക്കരിക്കപ്പെട്ടത് 1949. സമ്പദ് വ്യവസ്ഥയിലെ ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങളും നിയന്ത്രണങ്ങളും ഏകീകരിക്കുന്നതും കേന്ദ്ര ബാങ്കാണ്. സമ്പദ് വ്യവസ്ഥയിലെ ബാങ്കുകളും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതും ഏകീകരിക്കുന്നതും കേന്ദ്ര ബാങ്കാണ്.
ഇനി റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ എന്നാന്ന് നോക്കാം. റിസർവ് ബാങ്കിന്റെ മെയിൻ ധർമ്മങ്ങളാണ് കറൻസി അച്ചടിച്ചിറക്കൽ, കറൻസി അച്ചടിച്ചിറക്കൽ, ഇഷ്യൂയിങ് കറൻസി, കറൻസി അച്ചടിക്കിറക്കൽ, ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു, വർക്കിംഗ് ആസ് എ ബാങ്കേഴ്സ് ബാങ്ക്, വർക്കിംഗ് ആസ് എ ബാങ്കേഴ്സ് ബാങ്ക്, പണത്തിന്റെ അളവും വിലയും നിയന്ത്രിക്കുന്നു, പണത്തിന്റെ അളവും വിലയും നിയന്ത്രിക്കുന്നു, കൺട്രോളിംഗ് ഇത് ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ് ഓഫ് മണി, ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു, വർക്കിംഗ് ആസ് എ ഗവൺമെന്റ്സ് ബാങ്ക്, വിദേശ നാണ്യശേഖരത്തിന്റെ സൂക്ഷിപ്പുകാരൻ, റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. 1. കറൻസി അച്ചടിച്ചിറക്കൽ. 2. ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. 3. പണത്തിന്റെ അളവും മൂല്യവും നിയന്ത്രിക്കുന്നു. 4. ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു. 5. വിദേശ നാണ്യശേഖരത്തിന്റെ സൂക്ഷിപ്പുകാരൻ. 6. റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം. ഒന്നാമത്തേതാണ് കറൻസി അച്ചടിച്ചിറക്കൽ. കറൻസി അച്ചടിച്ചിറക്കൽ 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നാണയങ്ങളും 1 രൂപ നോട്ടും ഒഴികെയുള്ള എല്ലാ കറൻസികളും അച്ചടിച്ചിറക്കാൻ അധികാരമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നാണയങ്ങളും 1 രൂപ നോട്ടും ഒഴികെയുള്ള എല്ലാ കറൻസികളും അച്ചടിച്ചിറക്കാൻ അധികാരമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. നാണയങ്ങൾ, 1 രൂപ നോട്ട് എന്നിവ അച്ചടിച്ചിറക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയമാണ്. നാണയങ്ങളും 1 രൂപ നോട്ട് എന്നിവ അച്ചടിച്ചിറക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയമാണ്. കറൻസികൾ രൂപകൽപ്പന ചെയ്യുക, സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക, അച്ചടിച്ച് വിതരണം ചെയ്യുക എന്നീ ധർമ്മം നിർവഹിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ധർമ്മങ്ങൾ? RBIയുടെ മറ്റ് ധർമ്മങ്ങൾ: കറൻസികൾ രൂപകൽപ്പന ചെയ്യുക, കറൻസികൾ രൂപകൽപ്പന ചെയ്യുക, സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക, അച്ചടിച്ച് വിതരണം ചെയ്യുക എന്നീ ധർമ്മങ്ങളും റിസർവ് ബാങ്കിൻ്റെയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള നാസിക്, ദേവാസ് എന്നിവിടങ്ങളിലെ പ്രസ്സുകളിലും ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡിന്റെ മൈസൂർ, സാൽബോണി എന്നിവിടങ്ങളിലുമുള്ള പ്രസ്സുകളിലാണ് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ദേവാസ്, നാസിക്, മഹാരാഷ്ട്രയിലെ നാസിക്കും മധ്യപ്രദേശിലെ ദേവാസ് എന്നിവിടങ്ങളിലെ പ്രസ്സുകളിലും ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡിന്റെ മൈസൂർ, സാൽബോണി എന്നിവിടങ്ങളിലുമുള്ള പ്രസ്സുകളിലാണ് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത്. നാണയങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, നോയിഡ എന്നിവിടങ്ങളിലെ മില്ലുകളിലാണ്. അടുത്തതാണ് ഡിമോണൈസേഷൻ. ഒരിക്കൽ പ്രചാരത്തിലുള്ള കറൻസികൾ ഗവൺമെന്റ് നിർദ്ദേശം കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിൻവലിക്കുന്നതിന് അറിയപ്പെടുന്നതാണ് ഡിമോണറ്റൈസേഷൻ. ഒരിക്കൽ പ്രചാരത്തിലുള്ള കറൻസികൾ ഗവൺമെന്റ് നിർദ്ദേശം കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിൻവലിക്കുന്നതിന് അറിയപ്പെടുന്നതാണ് ഡിമോണറ്റൈസേഷൻ. 2016 നവംബർ 8 ഇന്ത്യയിൽ അടുത്ത കാലത്തായിട്ട് ഡിമോണറ്റൈസേഷൻ നടപ്പിലാക്കിയത്. എന്നാണ് 2016 നവംബർ 8. അഴിമതി, കള്ളപ്പണം, ഭീകരവാദം, വ്യാജ കറൻസികൾ എന്നിവ തടയുകയായിരുന്നു ഉദ്ദേശം. അന്ന് വരെ നിലവിലുണ്ടായിരുന്ന 500 രൂപ, 1000 രൂപ എന്നീ കറൻസി നോട്ടുകൾ ലീഗൽ ടെൻഡർ അല്ല എന്ന് പ്രഖ്യാപിച്ചു. അന്ന് വരെ നിലവിലുണ്ടായിരുന്ന 500 രൂപ, 1000 രൂപ എന്നീ കറൻസി നോട്ടുകൾ ലീഗൽ ടെൻഡർ അല്ല എന്ന് പ്രഖ്യാപിച്ചു. 500 രൂപയുടെയും 2000 രൂപയുടെയും പുതിയ കറൻസികൾ അച്ചടിച്ചിറക്കി. പൊതുജനങ്ങൾക്ക് ഡിക്ലറേഷൻ ഇല്ലാതെ 2016 ഡിസംബർ 31 വരെ പഴയ കറൻസി നോട്ടുകൾ ബാങ്കുകളിലും
ഡിക്ലറേഷനോടുകൂടി 2017 മാർച്ച് 31 വരെ RBIയിലും നിക്ഷേപിക്കാൻ അവസരം ഉണ്ടായിരുന്നു. ഇതാണ് ഡിമോണറ്റൈസേഷൻ. ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലെ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? RBI അല്ലെങ്കിൽ റിസർവ് ബാങ്കാണ്. ആപത്ത് ഘട്ടങ്ങളിൽ ബാങ്കുകൾക്ക് അടിയന്തര വായ്പകൾ നൽകുക, ബാങ്കുകളുടെ കരുതിൽ ധനശേഖരം സൂക്ഷിക്കുക, ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കുന്നതിന് സഹായിക്കുക എന്നെല്ലാം ചെയ്യുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ആപത്ത് ഘട്ടങ്ങളിൽ ബാങ്കുകൾക്ക് അടിയന്തര വായ്പകൾ നൽകുക, ബാങ്കുകളുടെ കരുതൽ ധനശേഖരം സൂക്ഷിക്കുക, ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കുന്നതിന് സഹായിക്കുക എന്നിവയെല്ലാം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അടുത്തത് പണത്തിൻ്റെ അളവും വിലയും നിയന്ത്രണം. കൺട്രോളിംഗ് ദ ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ് ഓഫ് മണി. അതിനു മുന്നേ 1 രൂപ നോട്ടും നാണയങ്ങളും അച്ചടിക്കുന്നത് ആര്? അതൊന്ന് നോക്കാം. 1 രൂപ നോട്ടും നാണയവും അച്ചടിക്കുന്നത് ആര്? 1835 മുമ്പ് ഇന്ത്യയിൽ രൂപയും നാണയങ്ങളും പണത്തിൻ്റെ മറ്റു രൂപങ്ങളും ഉപയോഗിക്കപ്പെട്ടിരുന്നു. 1835 മുന്നിൽ ഇന്ത്യയിൽ രൂപയും നാണയങ്ങളും പണത്തിൻ്റെ മറ്റു രൂപങ്ങളും ഉപയോഗിക്കപ്പെട്ടിരുന്നു. 1 രൂപ നോട്ടും നാണയങ്ങളും ഇന്ത്യ ഗവൺമെൻറ് അച്ചടിച്ചിറക്കുന്നതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. 1835 ചർച്ച കൺവെൻഷനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1835 പേപ്പർ കറൻസി ആക്ട് പ്രകാരം പേപ്പർ കറൻസി അച്ചടിക്കാൻ അനുമതി നൽകിയത്. വ്യാപാരം, വാണിജ്യം എന്നിവ സുഗമമാക്കുകയായിരുന്നു ഉദ്ദേശം. അതിൻ്റെ ചരിത്രപരമായ കാരണത്തിൽ ഒന്നാമതാണ് 1835 ചരിത്ര കൺവെൻഷനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1835 പേപ്പർ കറൻസി ആക്ട് പ്രകാരം ഏതാക്ട്? 1835 പേപ്പർ കറൻസി ആക്ട് പ്രകാരം പേപ്പർ കറൻസി അച്ചടിക്കാൻ അനുമതി നൽകിയത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് വ്യാപാരം, വാണിജ്യം എന്നിവ സുഗമമാക്കുക എന്നതായിരുന്നു. 1906 കോയിനേജ് ആക്ട്, 2011 കോയിനേജ് ആക്ട് എന്നിവ നാണയങ്ങൾ അച്ചടിച്ചിറക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ഈ അധികാരം നിലനിർത്തുന്നതിനാണ് 1 രൂപ നോട്ടുകളും നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത്. അടുത്തത് എന്താണ്? പണത്തിൻ്റെ അളവും മൂല്യവും വിലയും നിയന്ത്രണം. പണത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും എന്നാൽ ആനുപാതികമായി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്താൽ സമ്പദ് വ്യവസ്ഥയിൽ കുറച്ച് സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ പണവുമായി എന്ന അവസ്ഥ സംജാതമാകുന്നു. പണത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും എന്നാൽ ആനുപാതികമായി സാധനങ്ങളും സേവനങ്ങളുടെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്താൽ സമ്പദ് വ്യവസ്ഥയിൽ കുറച്ച് സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ പണവുമായി എന്ന അവസ്ഥ സംജാതമാകുന്നു. ഇത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർധനവിന് കാരണമാകുന്നു. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതു വില നിലവാരം വർദ്ധിപ്പിക്കുന്ന അവസ്ഥയാണ് പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതു നിലവാരം വർദ്ധിപ്പിക്കുന്ന അവസ്ഥയാണ് പണപ്പെരുപ്പം. ഇന്ത്യയിൽ പണപ്പെരുപ്പം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന സൂചികയാണ് ഉപഭോക്തൃ സൂചിക. ഇന്ത്യയിൽ പണപ്പെരുപ്പം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന സൂചികയാണ് ഉപഭോക്തൃ സൂചിക. ഉപഭോക്തൃ വില സൂചിക തയ്യാറാക്കുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ കീഴിലാണ്. സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പം ക്രമാതീതമായി വർദ്ധിച്ചാൽ അത് പണത്തിൻ്റെ ക്രയശേഷി കുറയ്ക്കും. ഇത് സാമ്പത്തിക വളർച്ച, ഉൽപ്പാദനം എന്നിവയെ പ്രതികൂലമായി ബാധിക്കും. അതിനാൽ പണപ്പെരുപ്പം നിയന്ത്രിക്കേണ്ടതാണ്. പണപ്രധാനത്തിൻ്റെ അളവ് കൂടുന്നത് പണപ്പെരുപ്പത്തിന് ഒരു കാരണമാണ്.
അപ്പോൾ പണപ്പെരുപ്പം കണക്കാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സൂചിക എന്താണ്? ഉപഭോക്തൃ സൂചിക അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് CPI. ഉപഭോക്തൃ വില സൂചിക തയ്യാറാക്കുന്നത് MOSPI, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പം ക്രമാതീതമായി വർദ്ധിച്ചാൽ അത് പണത്തിന്റെ ക്രയശേഷി കുറയുന്നതിന് കാരണമാകുകയും സാമ്പത്തിക വളർച്ച, ഉൽപാദനം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. അതിനാൽ പണപ്പെരുപ്പം നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. പണപ്രധാനത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് പണപ്പെരുപ്പത്തിന് ഒരു കാരണം. ഇന്ത്യയിൽ ആഗസ്റ്റ് 2021 പണപ്പെരുപ്പ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 2023 സെപ്റ്റംബറിൽ പണപ്പെരുപ്പത്തിലുണ്ടായ മാറ്റം ഇത്ര. പണത്തിന്റെ അളവ്. റിസർവ് ബാങ്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ആകെ പണത്തിന്റെ അളവിനെ കണക്കാക്കുന്നത്. റിസർവ് ബാങ്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ആകെ പണത്തിനെ കണക്കാക്കുന്നത് M1, M2, M3, M4 എന്ന രൂപങ്ങളിലാണ്. എങ്ങനെയാണ് റിസർവ് ബാങ്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ആകെ പണത്തിന്റെ അളവിനെ കാണുന്നത്? M1, M2, M3, M4 എന്നിങ്ങനെയാണ്. M1 എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണ്യങ്ങളും കറൻസി നോട്ടുകളും വാണിജ്യ ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപവും. M1 എന്ന് പറഞ്ഞാൽ. M2 എന്ന് പറഞ്ഞാൽ M1 പ്ലസ് പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്കുകളുടെ സമ്പാദ്യ നിക്ഷേപം. M1 എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണ്യങ്ങളും കറൻസി നോട്ടുകളും വാണിജ്യ ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപവും അളക്കുന്നതാണ്. M2 എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണ്യങ്ങളും കറൻസി നോട്ടുകളും വാണിജ്യ ബാങ്കുകളുടെ സമ്പാദ്യ നിക്ഷേപവും കൂടാതെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കുകളുടെ സമ്പാദ്യ നിക്ഷേപവും കൂടി കൂട്ടുന്നതാണ്. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപവും കൂടി കൂട്ടുന്നതാണ്. M3 എന്ന് പറഞ്ഞാൽ M1 പ്ലസ് വാണിജ്യ ബാങ്കുകളിലെ അസ്ഥിര നിക്ഷേപം. അതായത് പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണ്യങ്ങളും കറൻസി നോട്ടുകളും വാണിജ്യ ബാങ്കുകളുടെ സമ്പാദ്യ നിക്ഷേപവും അതുകൂടാതെ വാണിജ്യ ബാങ്കുകളിലെ അസ്ഥിര നിക്ഷേപങ്ങളും. അടുത്തത് M4 എന്ന് പറഞ്ഞാൽ M3 പ്ലസ് പോസ്റ്റ് ഓഫീസുകളിലെ മൊത്തം നിക്ഷേപം. നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റുകൾ ഒഴികെയുള്ളതാട്ടോ. M1 അതായത് M1ഉം M3യും M1ഉം വാണിജ്യ ബാങ്കുകളുടെ. M4 എന്ന് പറഞ്ഞാൽ M3യും പോസ്റ്റ് ഓഫീസുകളുടെ മൊത്തം നിക്ഷേപവുമാണ് M4ൽ. M1, M2 അറിയപ്പെടുന്നത് ഇടുങ്ങിയ പണം, നാരോ മണി എന്നും M3, M4 അറിയപ്പെടുന്നത് വിശാല പണം എന്നുമാണ്. M1, M2 അറിയപ്പെടുന്നത് ഇടുങ്ങിയ പണം എന്നും M3, M4 അറിയപ്പെടുന്നത് വിശാല പണം എന്നുമാണ്. അടുത്തതാണ് വായ്പകളുടെ നിയന്ത്രണം. ബാങ്കുകൾ അനിയന്ത്രിതമായി വായ്പകൾ നൽകുന്നത് സമ്പദ് വ്യവസ്ഥയിലെ പണം പ്രധാനം വർദ്ധിപ്പിക്കുന്നതിനും പണപ്പെരുപ്പത്തിനും കാരണമാകുന്നു. ബാങ്കുകൾ അനിയന്ത്രിതമായി വായ്പകൾ നൽകുന്നത് സമ്പദ് വ്യവസ്ഥയിലെ പണപ്രധാനം വർദ്ധിപ്പിക്കുന്നതിനും പണപ്പെരുപ്പത്തിനും കാരണമാകുന്നു. വായ്പകൾ നിയന്ത്രിക്കുന്നതിന് RBI അളവുപരമായ ഉപാധികൾ, ഗുണപരമായ ഉപാധികൾ എന്നിവ ഉപയോഗിക്കുന്നു. വായ്പകൾ നിയന്ത്രിക്കുന്നതിന് RBI അളവുപരമായ ഉപാധികൾ, ഗുണപരമായ ഉപാധികൾ എന്നിവ ഉപയോഗിക്കുന്നു. ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്തിയും റിസർവ് നിരക്കുകളിൽ ഒന്നായ കരുതൽ ധനാനുപാതത്തിൽ മാറ്റം വരുത്തിയും RBI പണം നിയന്ത്രിക്കുന്നത്. ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്തിയും റിസർവ് നിരക്കുകളിൽ ഒന്നായ കരുതൽ ധനാനുപാതത്തിൽ മാറ്റം വരുത്തിയും RBI പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നത്. പ്രധാനപ്പെട്ട ബാങ്ക് നിരക്കുകളാണ് റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ റേറ്റ്, റിപ്പോ നിരക്ക് അല്ലെങ്കിൽ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നിവ. റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
റിപ്പോ നിരക്കിനെ കുറിച്ചും റിസർവ് ഇത് എന്താന്ന് പറയുന്നതിന് മുന്നേ വായ്പാ നിയന്ത്രണ ഉപാധികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അളവുപരമായ ഉപാധികളാണ് ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്തൽ, റിസർവ് നിരക്കുകളിൽ മാറ്റം വരുത്തൽ, പരസ്യ വിപണി പ്രവർത്തനങ്ങൾ. അളവുപരമായ ഉപാധികളാണ് ബാങ്ക് നിരക്കുകളിൽ മാറ്റം വരുത്തൽ, റിസർവ് നിരക്കുകളിൽ മാറ്റം വരുത്തൽ, പരസ്യ വിപണി പ്രവർത്തനങ്ങൾ. ഗുണപരമായ ഉപാധികളാണ് മാർജിൻ ആവശ്യകത, ധാർമ്മിക പ്രേരണ എന്നിവ. ഗുണപരമായ മാർജിൻ ആവശ്യകത, ധാർമ്മിക പ്രേരണ എന്നിവ. അടുത്തതാണ് റിപ്പോ നിരക്ക്. റിപ്പോ നിരക്ക് എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് നൽകുന്ന പലിശ നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് നൽകുന്ന പലിശ നിരക്കാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. ഉദാഹരണത്തിന്, പണപ്പെരുപ്പം നിയന്ത്രണാതീതമായി വർദ്ധിക്കുന്നു എന്നിരിക്കട്ടെ. റിപ്പോ, റിവേഴ്സ് റിപ്പോ നിരക്കുകൾ RBI വർധനവ് വരുത്തുന്നു. അതാണ് അതിന് ഉദാഹരണം എന്ന് പറയുന്നത്. പണപ്പെരുപ്പം നിയന്ത്രണാതീതമായി വർദ്ധിപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകൾ RBI വർധനവ് വരുത്തും. RBI നിരക്കുകൾ മാറ്റുമ്പോൾ വാണിജ്യ ബാങ്കുകളും ഈ നിരക്കുകൾ മാറ്റം വരുത്തുന്നു. RBI നിരക്കുകൾ മാറ്റുമ്പോൾ വാണിജ്യ ബാങ്കുകളും ഈ നിരക്കുകൾ മാറ്റം വരുത്തുന്നു. ഈ നിരക്കുകൾ കൂടുമ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പയ്ക്ക് ലഭ്യമായ പണത്തിന്റെ അളവ് കുറയുന്നു. ഈ നിരക്കുകൾ കൂടുമ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് ഇതിനെ മാറ്റം വരുത്തുന്നു. ഈ നിരക്കുകൾ വാണിജ്യ ബാങ്കുകൾ വായ്പയ്ക്ക് ലഭ്യമായ പണത്തിന്റെ അളവ് കുറയുന്നു. കാരണം റിവേഴ്സ് റിപ്പോ നിരക്ക് കൂടുതലാകുമ്പോൾ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന്റെ അളവ് കൂടുതലായിരിക്കും. അതുപോലെ റിപ്പോ നിരക്കുകൾ വർദ്ധിപ്പിക്കുമ്പോൾ പൊതുജനങ്ങൾ എടുക്കുന്ന വായ്പയുടെ അളവ് കുറയുന്നു. അതുമൂലം സമ്പദ് വ്യവസ്ഥയിൽ ലഭ്യമായിരുന്ന പണത്തിന്റെ അളവ് കുറയുകയും ചെയ്യും. പലിശ നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ ജനങ്ങൾ ഉപഭോഗ ആവശ്യത്തിനായി കൂടുതൽ പണം ചെലവഴിക്കുന്നതിന് പകരം സമ്പാദ്യ നിക്ഷേപത്തിനായി പണം നീക്കിവെക്കുന്നു. കാരണം ഉപഭോഗം വേണ്ടെന്ന് വെക്കുന്നതിലൂടെ ലഭിക്കുന്ന പ്രതിഫലം കൂടുതലാണ്. പൊതുജനങ്ങളുടെ കൈവശമുള്ള പണം വാണിജ്യ ബാങ്കുകളിലേക്കും അവിടെ നിന്ന് റിസർവ് ബാങ്കുകളിലേക്കും എത്തുന്നു. സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ അളവ് കുറയുകയും പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാവുകയും ചെയ്യുന്നു. കരുതൽ ധന അനുപാതത്തിൽ, അതായത് ക്യാഷ് റിസർവ് റേഷ്യോ CPR കരുതൽ ധന അനുപാതത്തിൽ മാറ്റം വരുത്തിയും റിസർവ് ബാങ്ക് പണത്തിന്റെ പ്രദാനം നിയന്ത്രിക്കാറുണ്ട്. ബാങ്കുകൾ നിക്ഷേപമായി സ്വീകരിക്കുന്ന പണത്തിൽ നിന്നും റിസർവ് ബാങ്കിലേക്ക് കരുതൽ ധനമായി സൂക്ഷിക്കേണ്ട പണത്തിന്റെ അളവ് കരുതൽ ധന അനുപാതം CRR ആണ്. ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. ബാങ്കുകൾ നിക്ഷേപമായി സ്വീകരിക്കുന്ന പണത്തിൽ നിന്നും റിസർവ് ബാങ്കിലേക്ക് കരുതൽ ധനമായി സൂക്ഷിക്കേണ്ട പണത്തിന്റെ അളവ് CRR ആണ്. അതിനെയാണ് CRR കരുതൽ റേഷ്യോ എന്ന് പറയുന്നത്. കരുതൽ ധന അനുപാതം കുറയുമ്പോൾ വായ്പ നൽകുന്നതിന് ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ബാങ്കിന്റെ ലഭ്യത കൂടുകയും ചെയ്യും. അതുവഴി ജനങ്ങളുടെ കൈവശമുള്ള പണലഭ്യത ഉയരും. കരുതൽ ധന അനുപാതം വർദ്ധിപ്പിക്കുമ്പോൾ വായ്പ നൽകാൻ ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് കുറയുന്നു. ഇത് വായ്പാ ലഭ്യത കുറയ്ക്കുകയും ജനങ്ങളുടെ കൈവശമുള്ള പണത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത്രയാണ് പാർട്ട് 1. അടുത്ത പാർട്ടുകളിൽ നോക്കാവേ. പാർട്ട് 2 എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ക്ലാസ് ഉപയോഗമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.